രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കി പാലക്കാട്ടെ കോൺഗ്രസ്. പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുലിന് ക്ഷണമില്ല. ലൈംഗികാരോപണങ്ങൾ നേരിടുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച് വി.കെ. ശ്രീകണ്ഠൻ എം.പി. രംഗത്തെത്തി. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്നാണ് രാഹുലിനെ ഒഴിവാക്കിയത്. ഞായറാഴ്ചയാണ് യുവ നേതൃത്വ പരിശീലന പരിപാടി പാലക്കാട് നടക്കുന്നത്. AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ വി.കെ. ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ എന്നിവർ പങ്കെടുക്കും. ഷാഫി പറമ്പിൽ അനുകൂലികളെ പൂർണ്ണമായും തഴഞ്ഞാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി ഷാഫി പക്ഷം ശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചടിയായിരിക്കുകയാണ് DCCയുടെ പുതിയ നീക്കം. രാഹുലിനെതിരെ കരുക്കൾ നീക്കുന്നതിൽ പ്രധാനി വി.കെ. ശ്രീകണ്ഠൻ MP ആണ്. എന്നാൽ നീക്കങ്ങൾ പുറത്തു വരാതിരിക്കാൻ രാഹുലിനെ ന്യായീകരിച്ചും മാധ്യമങ്ങളെ അധിക്ഷേപിച്ചും വി.കെ. ശ്രീകണ്ഠൻ MP രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ അസൗകര്യമായിരിക്കും. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും കിട്ടും. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ്, സ്ഥിര നടപടിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും, പ്രവർത്തകർ കാണും. അതിലെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത്? അത് ആരാരോപിച്ചു? നിങ്ങൾ കൈരളി ചാനൽ എനിക്കറിയില്ല, എൻ്റെ അറിയില്ല. ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിൽ ഫോറൻസിക് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിയമവ്യവസ്ഥയല്ല. ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്ന് സൂചനയുണ്ട്. അതിനെ തടയാൻ വേണ്ടിയാണ് വി.കെ. ശ്രീകണ്ഠൻ MP-യുടെ വിവാദ പരാമർശമെന്നാണ് ഷാഫി വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി ഷാഫി അനുകൂലികൾ രാഹുലിനെ കണ്ടിരുന്നു. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.